നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ശ്രീദീപം ചാനലിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ ചന്ദ്രു കാർത്തിക. ശ്രീദീപം ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിൽ എത്തിക്കുവാനും ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും എത്തിക്കുവാനും ആയുഷ് അല്ലെങ്കിൽ ആയുർവേദം എന്നറിയപ്പെടുന്ന ആയുഷിൻ്റെ വേദത്തെക്കുറിച്ചും അതിലുണ്ടാകുന്ന ഒറ്റമൂലികളെക്കുറിച്ചുള്ള അറിവും നിങ്ങളിൽ എത്തിക്കുവാനാണ് ശ്രീദീപം ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ മറ്റു വിഷയങ്ങളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൻ്റെ പ്രകൃതിരമണീയത വിളിച്ചു അറിയിക്കുന്ന വയനാട് ജില്ല, മലകളും കുന്നിൻ ചെരുവുകളുമുള്ള വയനാട് ജില്ല. വയനാട് ജില്ലയെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്നത് താമരശ്ശേരി ചുരം. എന്താണ് ഈ താമരശ്ശേരി ചുരം? താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അതിൻ്റെ കാരണഭൂതനായ ഒരു കരിന്തണ്ടൻ. ആരാണ് ഈ കരിന്തണ്ടൻ? ആ എപ്പിസോഡുകളിലേക്ക് ഞാൻ പോകുന്നു. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ വയനാട്ടിലെ ആദിവാസി കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവായിട്ടാണ് കരിന്തണ്ടനെ ആദിവാസികൾ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മതിയായ രേഖകളൊന്നും തന്നെ ഇല്ല. കഥകളിലൂടെ തലമുറകളായി പകർന്നു തന്ന അറിവ് മാത്രമാണ് നിലവിലുള്ളത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും അതുവഴി മൈസൂറിലേക്കും കടന്നു പോകുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ആലോചിക്കുന്ന കാലഘട്ടം. എന്നാൽ വയനാട് കാടുകളെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയാവുന്ന കരിന്തണ്ടന്റെ സഹായത്തോടുകൂടി അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന മിൽട്ടൺ പ്രഭു പുതിയൊരു വഴി കണ്ടെത്തി. കേവലം ഒരു ആദിവാസിയായ കരിന്തണ്ടന്റെ സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർക്ക് ഈ ചുരം നിർമ്മിക്കേണ്ടി വന്നു എന്ന നാണക്കേട് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വകവരുത്തുവാൻ ശ്രമിച്ചു. ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടനെ മുന്നിൽ നിന്ന് നേർക്ക് തോൽപ്പിക്കുവാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നു. ഒടുവിൽ അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടെയായിരുന്നു. എന്നാൽ ആദിവാസി ഗോത്രത്തിലെ പണിയർ വിഭാഗത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ. അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ വളയുടെ ഒരു അടയാളമായിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവെക്കുകയും സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയും ചെയ്യുന്ന സ്വഭാവം കരിന്തണ്ടന് ഉണ്ടായിരുന്നു. കരിന്തണ്ടനെ വകവരുത്തുവാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും അതുതന്നെയായിരുന്നു. ഒരു നാൾ കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരി വച്ചിരുന്ന വള വള്ളക്കാർ കൈക്കലാക്കി. ഉടൻ എഴുന്നേറ്റ് രാവിലെ കരിന്തണ്ടൻ തന്റെ അധികാര ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി ഓടി. വള നഷ്ടപ്പെട്ടതിൽ തന്റെ കുലത്തിന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ കരിന്തണ്ടൻ മാനസിക വികാരത്തോടുകൂടി ആ വയനാട് പ്രദേശം മൊത്തം അലഞ്ഞു തിരിഞ്ഞു. ഈ സമയം വള്ളക്കാർ കരിന്തണ്ടനെ തന്റെ തോക്കിന് ഇരയാക്കി. ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലകളിൽ മൊത്തം, അതായത് വയനാടിന്റെ മേഖല മൊത്തം അലഞ്ഞു തിരിഞ്ഞു. പലർക്കും കരിന്തണ്ടന്റെ ആത്മാവിന് ഒടുവിൽ ഭീഷണിയായി മാറി. ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കടിയിൽ അമരത്തിൽ ബന്ധിപ്പിച്ചുവെന്ന് കരുതപ്പെടുന്നു. ഇന്നും അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെല്ലാം ലക്കടി ആ സ്ഥലത്തെത്തുമ്പോൾ വാഹനം നിർത്തി കാണിക്കയിട്ട് പോകുന്ന പതിവ് നിരന്തരമായി കൊണ്ടിരിക്കുന്നു.